നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ ഈ ആഴ്ചയാണ് ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ചിത്രങ്ങൾ ഏതെല്ലാമാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ലിസ്റ്റിലെ ആദ്യ ചിത്രം അശോക് സെൽവനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ചിത്രമാണ് ബ്ലൂ സ്റ്റാർ എന്ന ചിത്രം. ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് മികച്ച റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു സ്പോർട്സ് ഡ്രാമ മൂവി കൂടിയാണ്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ചിത്രം എൻഡ് കോട്ട, സിംപ്ലി സൗത്ത് എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രം കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒരുപാട് ഗംഭീര മലയാള ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ചിത്രമാണ് ടൊവിനോ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിട്ടുള്ള അന്വേഷ് പിൻ കണ്ടെത്തും എന്ന ചിത്രം. നമ്മൾ സാധാരണ കാണാറുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന മാർച്ച് 8-ാം തീയതി മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഒരുപാട് മികച്ച മലയാള ചിത്രങ്ങളുടെ കൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് ബിജു മേനൻ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന തുണ്ട് എന്ന മലയാള ചിത്രം. ഇതൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. പക്ഷേ ഈ ഒരു ചിത്രത്തിലെ കോമഡികൾക്കൊന്നും വലിയ പുതുമയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ പരാജയമായി പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ചിത്രത്തിൻ്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തു കൊടുത്ത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്നിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ മാർച്ച് മാസം തന്നെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. നാലാമത്തെ ചിത്രം രജനീകാന്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ചിത്രമാണ് ലാൽ സലാം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിപ്പോർട്ടായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ചിത്രത്തിൻ്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രവും ഈ വരുന്ന മാർച്ച് 8-ാം തീയതി പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. അഞ്ചാമത്തെ ചിത്രം ഭാവനയൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന റാണി എന്നൊരു മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് മനോരമ മാക്സ് ആണ്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന മാർച്ച് 7-ാം തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. ആറാമത്തെ ചിത്രം ഹനുമാൻ എന്നൊരു തെലുങ്ക് ചിത്രമാണ്. ഈ അടുത്ത് തെലുങ്കിൽ വലിയൊരു വിജയമായി മാറിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് സി5 ആണ്. അപ്പോൾ സി5ലൂടെ ഈ ഒരു ചിത്രവും ഈ വരുന്ന മാർച്ച് 8-ാം തീയതി പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏഴാമത്തെ ചിത്രം ഇപ്പോൾ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലും കേരളത്തിലെ തിയേറ്ററുകളിലും ഗംഭീര വിജയമായി ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള ചിത്രമാണ്. ഇതൊരു ഗംഭീര സർവൈവൽ ത്രില്ലർ ചിത്രം കൂടിയാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 50 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ പ്രീമിയർ കുറച്ച് വൈകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം സെക്കൻഡ് വീക്കുകളിലായിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് 50 കോടി ക്ലബിൽ ഇടം നേടിയ മറ്റൊരു മലയാള ചിത്രമാണ് മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന ചിത്രം. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂടിയാണ്. എങ്കിലും ഈ ഒരു ചിത്രത്തിന് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഭാഗത്തു നിന്നും ഒരു ഗംഭീര അഭിനയം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ റിലീസിന് വേണ്ടി ഇപ്പോൾ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് സോണി ലീവ് ആണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രവും സോണി ലീവിലൂടെ ഈ വരുന്ന ഏപ്രിൽ മാസം മാത്രമേ പ്രീമിയർ ചെയ്യുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒമ്പതാമത്തെ ചിത്രം ലവർ എന്നൊരു തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രവും ഈ വരുന്ന മാർച്ച് 8-ാം തീയതി പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ 10ാമത്തെ ചിത്രം നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന എബ്രഹാം ഓസിലർ എന്ന മലയാള ചിത്രമാണ്. മിഥുൻ മാനുവൽ തോമസിന്റെ ഡയറക്ഷനിൽ ജയറാം, മമ്മൂക്ക എന്നിവരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ പ്രീമിയർ ഇപ്പോൾ കുറച്ച് വൈകിയിട്ടുണ്ട്. ഏതായാലും ഇനി ഒരുപാട് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ പ്രീമിയർ വൈകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഇനി ഈ അടുത്ത ആഴ്ചകളിൽ തന്നെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും.
നമ്മുടെ ലിസ്റ്റിലെ അവസാന ചിത്രം ഈ അടുത്ത് മലയാളത്തിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയമായി മാറിയിട്ടുള്ള പ്രേമല്ലു എന്ന മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് നെസ്ലിൻ, മമിത എന്നിവരൊക്കെയാണ്. ഈ ഒരു ചിത്രത്തിന് ഇതിനോടകം തന്നെ ഏകദേശം 75 കോടി രൂപയ്ക്ക് അടുത്ത് പോലും കളക്ഷനൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഒക്കെ ഏറ്റെടുത്തുള്ളത് ഏഷ്യനെറ്റ് ആണ്. അതുപോലെ തന്നെ ഓൺലൈൻ റൈറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ്. ഈ ഒരു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം പ്രീമിയർ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ പ്രീമിയർ കുറച്ച് വൈകും. അതായത് ഈ വരുന്ന മാർച്ച് ലാസ്റ്റ് വീക്കുകളിലേക്കായിട്ടായിരിക്കും ഈ ഒരു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ആ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.